നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. അങ്ങനെ ഒരു BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് ആർ സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറാണ്. അദ്ദേഹത്തിന് ഒരു ഇടക്കാല ജാമ്യം ഇപ്പോൾ നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തകൾ എന്ന് പറയുന്നത്. നമ്മൾ മുൻ ചർച്ചയിലൊക്കെ ഞാൻ സാറും പറഞ്ഞിരുന്നു, ഒരു വേറെ കോർപ്പറേഷനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേരളത്തിൽ. പക്ഷേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രയേറെ വാർത്താ പ്രാധാന്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത്. അവിടെ ഒരു കൗൺസിലർക്ക് ഇത്രയേറെ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മറ്റ് കോർപ്പറേഷനിലെ കൗൺസിലർമാർക്കൊന്നും ലഭിക്കുന്നില്ല. ആദ്യമായിട്ടായിരിക്കും ആർ സുഗതന് അത്രയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത്. ആർ സുഗതൻ എല്ലാവരും ഇപ്പോൾ അറിയും. കേരളത്തിലെ ഒരു കോർപ്പറേഷനിലുള്ള ഒരു കൗൺസിലറെ ഇപ്പൊ കേരളം മൊത്തം അറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും സുഗതന് ജാമ്യം ലഭിക്കുമോ ലഭിക്കില്ലേ എന്നുള്ള പല ചർച്ചകളും അതുപോലെ തന്നെ കുറെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെ സുഗതന് ഇടക്കാല ജാമ്യം നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സുഗതന് പുറത്തിറങ്ങാം, അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാം, അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം അയോഗ്യമാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു സംശയം, അദ്ദേഹത്തിന് പുറത്തിറങ്ങിയാലും കൂടി അദ്ദേഹത്തിന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ കാപ്പ കേസിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനം എന്തായിരിക്കും? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇനി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ? ഇതിനകത്ത് പല വിധത്തിലുള്ള പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഇടക്കാല വിധി എന്ന് പറയുന്നത് വലിയൊരു ഇടക്കാല ആശ്വാസം തന്നെയാണ് സുഗതനെ സംബന്ധിച്ചിടത്തോളം. അവിടെ 2 നിയമങ്ങളൊന്നും, ഒന്ന് കാപ്പ നിയമം, അതുപോലെ തന്നെ പ്രബലമാണ് ജനപ്രാതിനിധ്യ നിയമം. ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനയിലെ ഏറ്റവും പരമോന്നതമായ അധികാരമുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധി എന്ന് പേര് വരുന്നത്. അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടന അനുവദിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ്. കാരണം ജനങ്ങളുടെ അവകാശമാണ്. അത് ആണ് വാസ്തവത്തിൽ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വാഴോട്ടുകോണത്തെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ഒരു പ്രതിനിധിക്ക് തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ഒരു കോടതിക്കും അതിന് തടസ്സം നിൽക്കാൻ കഴിയുകയില്ലെന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആ സാരസ്വത രഹസ്യം എന്ന് പറയുന്നത്. അതിൻ്റെ സ്പിരിറ്റും അന്തസത്തയും എല്ലാം അത് തന്നെ. അതൊക്കെ മേരെ ആരുമില്ല. എബവ്, എല്ലാത്തിനും എബവ്. ഒരുപക്ഷെ ജനങ്ങളെന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും മുകളിലാണ് ജനങ്ങളുടെ സ്ഥാനം. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് സുപ്രീം കോടതി. ആ ഒരു അന്തസ്സത്ത വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്തേ പറ്റൂ. കാരണം ഈ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇത്ര ദിവസത്തിനകം ശരിയായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. നേരത്തെ ചെയ്ത സത്യപ്രതിജ്ഞ അത് ഇൻവാലിഡാണ്, അസാധുവാണെന്ന് പറഞ്ഞത് കോടതി തന്നെയാണ്. അപ്പോൾ കോടതിക്ക് ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തെ ഒരു കുരുക്കിലാക്കണമെന്നുള്ള ഒരു വിചാരം ഒരിക്കലും ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടക്കുക എന്നുള്ളത് കോടതിയുടെയും കൂടി ഒരാവശ്യം തന്നെയാണ്. അതങ്ങനെ വരൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സുഗതൻ എന്ന് പറയുന്ന ആളിനെ പുറത്തിറങ്ങാൻ അനുവദിക്കുകയില്ലെന്നാണ് ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശബരിനാഥ് പറഞ്ഞത്. ശബരിനാഥ് എന്ന് പറയുന്ന ആളാരാ? ഒരു സൂപ്പർ കോടതിയോ അല്ലെങ്കിൽ സൂപ്പർ ആഭ്യന്തരമന്ത്രിയോ? ഇങ്ങനെയൊക്കെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടാത്ത നേതാവ്. അവിടെ ആർക്കാ എപ്പോഴും അംഗീകാരം? കൗൺസിലിലെ ഭൂരിപക്ഷത്തിനാണ് അംഗീകാരം. അങ്ങനെയല്ലേ നമ്മുടെ മേയറെ തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷം കിട്ടാത്ത പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അത്ര അഹങ്കാരമൊന്നും പാടില്ല. വാസ്തവത്തിൽ ജി കാർത്തികേയനെ പോലൊരു നേതാവിൻ്റെ, സമുന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഒരാളെ ഇവിടെ പ്രവേശിപ്പിക്കുകയല്ലെന്നല്ല, പ്രവേശിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അല്ലാതെ വ്യക്തിപരമായ വിരോധങ്ങളുടെ പേരിൽ ആ തരത്തിലേക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ മാറ്റുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു ശീലമാണ്. എന്തായാലും അതിനെ വെന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച് കിട്ടിയിരിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മേലുള്ള ഒരു മോറൽ വിക്ടറിയാണ്, ഒരു ധാർമ്മികമായിട്ടുള്ള വിജയമാണ്. ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, പപ്പു യാദവിനെ പോലുള്ള ആൾക്കാർ ഇതിനേക്കാളും ഭയങ്കരമായ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
അദ്ദേഹം എത്ര തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജ്യദ്രോഹ കുറ്റത്തിന് അസമിലെ ഗുവാഹത്തിയിലെ ജയിലിൽ കിടന്ന അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന ഭീകരവാദിയെ കർഷക സമര സമയത്ത് ചെങ്കോട്ടയുടെ മുകളിൽ അവരുടെ ഭീകരവാദികളുടെ കൊടി നാട്ടി എല്ലാ രാഷ്ട്രീയക്കാരുടെയും മധ്യത്തിൽ വെച്ച്, പ്രതിപക്ഷത്തിൻ്റെ എല്ലാം മധ്യത്തിൽ വെച്ച് ആ കൊടി നാട്ടിയ അമൃതപാൽ സിംഗ് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ഏറ്റവും കൊടിയ കുറ്റങ്ങൾ ചെയ്തവർക്ക് പോലും കിട്ടുമ്പോൾ ഈ കാപ്പ കേസ് എന്ന് പറയുന്ന ആ കാപ്പ കേസിലെ ഒരാളിനെയാണ് മന്ത്രി വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അവരുടെ പാർട്ടിയിലേക്ക് വരവേറ്റത്. മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇവിടുത്തെ കാപ്പ കേസ്. കാപ്പ കേസിൽ പലപ്പോഴും ഈ കാപ്പ ബോർഡുള്ളതുകൊണ്ട് രാഷ്ട്രീയവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ചുകൊണ്ട് ഈ കൗൺസിലിൽ അവർക്കുള്ള ഭൂരിപക്ഷം, അതായത് കോർപ്പറേഷൻ കൗൺസിലിൽ ആർക്കുള്ള ഭൂരിപക്ഷം, BJP-ക്കുള്ള ഭൂരിപക്ഷം ഇല്ലാതാക്കുക, അത് അട്ടിമറിക്കുക, ഇങ്ങനെയൊന്നും ഇവിടെ വരാൻ പാടില്ല എന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചതാണ്. ഒരാൾ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ പുറത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റവർ അതിനകത്ത് എന്നിട്ട് സമരം നടത്തുന്ന എത്ര വൃത്തികെട്ട രീതികളിലാണ്. ഇത്രയും ഒരു അന്തസ്സ് ബാധിക്കണ്ടേ? സ്ത്രീകൾ നിൽക്കുന്നതിൻ്റെ നടുക്ക് കയറി നിന്ന് അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് എതിരാളിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എത്ര ഹീനമായിട്ടുള്ള ശ്രമമാണ്. കൗൺസിലർമാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? പ്രത്യേകിച്ചും ശബരിനാഥനെ പോലെ ഉയർന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരുന്ന ഒരാൾ, അദ്ദേഹം MLA ആയിരുന്ന ആൾ, ഒരു IAS-കാരിയുടെ ഭർത്താവായിട്ടിരിക്കുന്ന ആൾ, മാന്യമായ രീതിയിലും അന്തസ്സായിട്ട രീതിയിലും കോർപ്പറേഷൻ കൗൺസിലിൽ നമ്മളിത് നേരിട്ട് കാണുന്ന ദൃശ്യങ്ങളല്ലേ. അദ്ദേഹത്തിനെ പോലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, വെറും നാട്ടുകാരും അതുപോലെ തന്നെ സാധാരണ വിദ്യാഭ്യാസം മാത്രം ലഭിച്ചവരുമായിരിക്കാം അദ്ദേഹത്തിനോട് എതിരാൻ വന്നിട്ടുള്ള ആ കൗൺസിലർ. തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രം. പക്ഷേ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരമുള്ള, ഉന്നതമായ പോസ്റ്റിലിരുന്ന പാരമ്പര്യമുള്ള MLA, നിയമസഭയിലിരുന്ന് പരിചയമുള്ള ഒരാൾ ഇങ്ങനെയല്ല പെരുമാറാൻ. കാർത്തികേയൻ്റെ മകനായതുകൊണ്ട് മാത്രം ആ സ്ഥാനം, അവസരം കൊണ്ട് മാത്രം ലഭിച്ച ഒരു സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഉള്ള ഒരു ശരിയായിട്ടുള്ള ഒരു പ്രതിക്രിയയാണ് ഇവിടെ സുഗതന് കിട്ടിയിരിക്കുന്ന ഈ ജാമ്യം എന്ന് പറയുന്നത്. കോടതി പോലും അദ്ദേഹത്തിന് ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ വിയ്യൂർ ജയിലിൽ ഇപ്പോഴുള്ള സുഗതൻ അവിടെ ഇരുന്ന് തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുക എങ്ങനെ? പക്ഷേ അത് രേഖാമൂലമായിട്ടുള്ള അപേക്ഷയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ഒരാൾ വേണമല്ലോ. ആ ആൾ അവിടത്തെ തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നടത്തണം. അത് കോർപ്പറേഷൻ കൗൺസിൽ മേയറായിട്ടുള്ള വി രാജേഷ് തന്നെ അതിനുള്ള മുൻകൈ എടുത്തുകൊണ്ട് ആ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വിലപ്പെട്ട ഒരു അംഗമാണ് സുഗതൻ, കാപ്പ പ്രതിയാണെങ്കിലും. കാരണം BJP-യുടെ കോർപ്പറേഷൻ കൗൺസിലിലെ ഭൂരിപക്ഷം നിലനിർത്താൻ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു അവശ്യം ഘടകമാണിപ്പോൾ. അതുകൊണ്ട് അത് നടക്കുമെന്ന് തന്നെയാണ്. സത്യപ്രതിജ്ഞ നടക്കും. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് വരണമെങ്കിൽ ഇനി ഒരു കടമ്പ കൂടി കടക്കാനുണ്ട്. അതായത് ഹൈക്കോടതിയുടെ കാപ്പ കേസിൽ നിന്ന് മുക്തനാക്കിക്കൊണ്ടുള്ള ഒരു അനുകൂല വിധി അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ടെന്നാണ് നിയമജ്ഞരിൽ നിന്ന് ചോദിച്ചതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു മോറൽ വിക്ടറി തന്നെയാണ്. ഏതായാലും ജൂലൈ 24-നാണ് അവസാനിക്കുന്നത്. ജൂലൈ 24 വരെ സമയമുണ്ട്. കഴിഞ്ഞ മാസം അവസാനത്തോട് കൂടിയിട്ടാണ് കോടതി പറഞ്ഞത്. അന്ന് തന്നെ ഈ വിധി വന്ന അന്ന് തന്നെ, അല്ലെങ്കിൽ കോടതി നിർദ്ദേശം അന്ന് തന്നെ ഇവിടെ മറ്റുള്ള കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയിപ്പോ ജൂലൈ 24 വരെ സമയമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഏറ്റവും നാണം കെട്ട രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബഹളം നടന്നത് ഈ കാപ്പ കേസ് പ്രതി സുഗതൻ്റെ പേര് ഹാജർ ബുക്കിലുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്രയും നേരം ഹാജർ ബുക്ക് താമസിപ്പിച്ചതും ഇല്ലാത്ത കോലാഹലങ്ങളിലേക്ക് അത് നീണ്ടുപോയതും. അപ്പോൾ സുഗതൻ എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാപ്പ കേസ് പ്രതിയല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു ഹീറോ ആയിരിക്കുന്നു. അതാണ് ശബരിനാഥൻ BJP-ക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന നേട്ടം. ഏതായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഹൈക്കോടതിയുടെ തീരുമാനമാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് BJP-ക്ക് എന്തായാലും ഒരു തൽക്കാലം ഒരു ആശ്വാസം തന്നെയാണ്. വലിയൊരു തലവേദന, ഒരു ചെറിയൊരു തലവേദന കുറച്ച് കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഇനിയിപ്പോ ഈ പറയുന്ന പ്രതിപക്ഷം ഇനി കോടതിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇനിയിപ്പോ ജാമ്യം കിട്ടിയാലും ഇനി കോടതിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. പക്ഷേ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചന്ദ്രശേഖർ പ്രതിയായിട്ടുള്ള കശുവണ്ടി അഴിമതി കാര്യത്തിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ അവകാശമോ കോടതി കവർന്നെടുക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടായി.
തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമാണ്. അത് വലിയൊരു മോറൽ ബൂസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത നടപടികളിലേക്ക് കടക്കും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ കൃത്യമായിട്ട് നിയമോപദേശങ്ങളൊക്കെ തേടി എന്തായിരിക്കും ഇനി അടുത്ത് ചെയ്യാൻ സാധിക്കുക. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ 6 മാസത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. 6 മാസത്തേക്ക് അവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ പറഞ്ഞതുപോലെ മറ്റുള്ള ഇടത്ത് ഒരു സത്യപ്രതിജ്ഞ നടത്താനുള്ള നിയമോപദേശങ്ങളും കാര്യങ്ങളും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ജയിലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള നടപടികൾ ഇനി കോർപ്പറേഷൻ നടത്താൻ തുടങ്ങും. അത് കാരണം ഒരു ജനപ്രതിനിധിയുടെ പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു അവകാശമാണ്. തങ്ങൾക്കൊരു പ്രതിനിധി വേണം എന്നുള്ളത് വാഴോട്ട് കോണംകാരുടെ തീരുമാനമാണ്. നടപ്പാവണം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ